പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളെ ശുശ്രൂഷ എല്ലാവരും പങ്കെടുക്കത്ത് കാണുന്നതിലും വലിയൊരു സുവിശേഷ വേല ചെയ്യാൻ പ്രഭാതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരമാണത്. നമുക്ക് സുവിശേഷ വേലയെക്കുറിച്ച് ഇന്ന് കൂടുതൽ കേൾക്കാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, ഇന്നത്തെ ആവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം. കർത്താവ്, ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കണ്ടങ്ങളും ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് ജനുവരി 28-ാം തീയതിയായ ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങളെപ്പോലും സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാ മക്കൾക്കും നല്ല അനുഭവങ്ങൾ നൽകി നല്ല ദൈവസേവനം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ വചനം പറയുന്ന കാലങ്ങൾ മാറി വരുമ്പോൾ നടപടി പുസ്തകത്തിന് 18:25 നീ സംസാരിക്കുന്നു. 17:25 നീ സംസാരിക്കുന്നു. കാലങ്ങൾ മാറി വരുമ്പോൾ കാലങ്ങൾ മാറിയെന്ന് വരുന്നതനുസരിച്ച് കൊണ്ട് ദൈവാനുഭവത്തിൻ്റെ പുതിയ അനുഭവ തലങ്ങളിലേക്ക് മികച്ച സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ നീ കൈപിടിച്ച് നടത്തുന്നത് നിൻ്റെ ദൈവസേവകത്തിൻ്റെ പരിലാളനയായിട്ട് ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പരിശുദ്ധ അമ്മ സൂക്ഷിച്ചിരുന്ന അതേ ഹൃദയ മൗനങ്ങൾ ഞങ്ങൾക്ക് ആസ്തിയായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഞങ്ങളേക്ക് ആവശ്യിക്കണം. കർത്താവ്, രോഗികൾ ഇപ്പോഴും ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം. രോഗികൾ ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം. കർത്താവ്, ജീവിത പ്രശ്നങ്ങളിലും പരാരാബ്ധങ്ങളിലും ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നവിടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ തടസ്സങ്ങൾ വിട്ടുമാറിക്കൊണ്ട് കൈകാലുകളെ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ചങ്ങലകൾ അഴിഞ്ഞു വീഴുകൊണ്ട് നിങ്ങളെ സ്വതന്ത്രമാകണം. കർത്താവിനെ അറിയുന്നതനുസരിച്ച് സത്യം നിങ്ങൾ അറിയുകയും സത്യങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ അകമ്പടിയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളെ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി കർത്താവെ സുവിശേഷ മുന്നേറ്റം നടത്താൻ അവരുടെ മക്കളെ ആശീർവദികൾ പ്രാർത്ഥിക്കുന്നു. കുടുംബകലഹമുള്ളവരെ,
കുടുംബത്തിൽ കേസിലിരിക്കുന്നവരെ, പറമ്പ് വിറ്റുമാറാത്തവരെ, അതുപോലെ സാമ്പത്തിക ബാധ്യതയുള്ളവരെ, കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ, ഇങ്ങനെ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന കടകമ്പോളങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലും ജീവിതയാത്രകളിലും എന്തിനെക്കുറിച്ചാണോ ഏതിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഭയമുള്ളത്, ആ ഭയങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ഈ നിമിഷം വിട്ടുമാറട്ടെന്ന് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കുരിശിൻ്റെ അടയാളത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശക്തിപ്പെടട്ടെ. നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയതും ഇന്നലത്തെ ദിവസങ്ങളിലെ ദുഃഖാനുഭവങ്ങളെ അപ്പോൾ ഒരു മൂടൽ മഞ്ഞ് പോലെ നിങ്ങളുടെ ഹൃദയം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കൊടുങ്കാറ്റ് നിന്നിലേക്ക് അടിക്കുകയും മേഘങ്ങൾ തുരത്തപ്പെടുകയും ചെയ്യുന്ന, നിങ്ങൾ സ്വതന്ത്രമാകുകയും ചെയ്യുന്ന ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുവാനും കൃപയുടെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കണമേ. ഒന്നിനെയും ഭയപ്പെടാത്ത, ആരെയും കൂസാത്ത ഒരു ആത്മധൈര്യത്തിൻ്റെ മുന്നേറ്റം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തിന് അവകാശം ഓഹരിയാകാൻ വേണ്ടി അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ നീ ധന്യമാകട്ടെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നീ സൗഖ്യപ്പെടട്ടെ, നീ സ്നേഹതന്ത്രപരമായ സുവിശേഷ സാക്ഷിയായി മാറട്ടെ. നമുക്കറിയാം, വിശ്വാസത്തിന് പല പല നിലവാരങ്ങളുണ്ട്. ഇന്നത്തെ അനുദിന പ്രാർത്ഥന നിങ്ങൾ കേട്ടിരുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ ദിവസവും തരുന്നത് വിശ്വാസ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ദൈവം തരുന്നത്. ആദ്യം ചിലർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ തന്നെയായിരിക്കും അവർ മരണം വരെ ജീവിക്കുന്നത്. ചില ആൾക്കാർ 4ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ട് ഒരു 4ാം ക്ലാസ് തൊട്ട് മരിച്ചു പോകത്തില്ലേ. 10-75-90 വയസ്സാകുമ്പോഴും പഴയ 4ാം ക്ലാസ് മരിച്ചു പോകും. അതുപോലെ തന്നെ വിശ്വാസത്തിലും ചില നമസ്കാരങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച്, പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച്, ഒരു സഹോദരനെ പോലും സ്നേഹിക്കാതെ, ആർക്കും സുവിശേഷം കൈമാറാതെ മരിച്ചു പോയ ആൾക്കാരെ കണ്ടിട്ടില്ലേ. ഞാൻ ഈ ദിവസങ്ങളിൽ 90-ലേറെ വയസ്സുള്ള ഒരു ആളെ കണ്ടു മരണത്തിന് പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ മരിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ 90 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് പ്രയോജനം? കുടുംബക്കാർക്ക് കുറച്ച്, അവരുടെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നല്ലാതെ ആ ഒരു നൂറ്റാണ്ട് നശിച്ചു പോയി. സുവിശേഷം കൈമാറാതെ നശിച്ച്, സഹോദരങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാതെ നശിച്ച്, വിശ്വാസം കൈമാറാതെയും കാരുണ്യപ്പെടുത്താതെയും കർത്താവിൻ്റെ തിരുസന്നിധി ചെന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ബാക്കിയുള്ളവരെന്തേ? ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകളും എനിക്കുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ആ ആദ്യമല്ലേ നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ പെടാത്തത് ആളുകളെയും കർത്താവിനെ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? സുവിശേഷം ജീവിക്കാമെന്ന ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് വിശ്വാസത്തിന് പ്രഥമമാണ് പിന്നിടാൻ പറ്റുന്നൊരു വചനമാണ് വായിക്കുന്നത്. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്റെ ചുരുക്കുന്ന വിശ്വാസം എവിടുന്നാ പറയണത്? കേൾവിയിൽ നിന്ന്. കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡിയോ സെൻസേഷനാണ് അല്ലേ കേൾവി. ഇപ്പം നമുക്ക് അറിവ് കിട്ടണത് എങ്ങനെയാണ്? പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ്. പഞ്ചേന്ദ്രിയം എന്തുമാത്രമുണ്ട്? കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, ത്വക്കുണ്ട് അല്ലേ? ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പോൾ വിശ്വാസം നമുക്ക് ലഭിക്കണ കേൾവിയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്നറിയാവോ? ഈ കേൾവിക്കാരെ ഇന്ന് വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാക്ഷ്യത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ളത് അതാണ്. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ എന്ത് പറ്റും? മറ്റുള്ളവർക്ക് വിശ്വാസം കിട്ടുകയാണ്. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വരെ നിന്നൊരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടായ അനുഭവങ്ങൾ നീ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ സാക്ഷിയല്ല. നീ ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷിയാകാനാണ് കർത്താവ് പറഞ്ഞത്. ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ അതിർത്തികളെന്ന് പറയുന്നത് നമ്മൾ നടന്നെത്തുന്ന സ്ഥലം എവിടെ വെച്ച് നമ്മൾ മരിക്കുന്നു, അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തിൽ ജീവിത അന്ത്യം വരെ നമ്മൾ സാക്ഷികളാകും. ഈശോ പറഞ്ഞൊരു വാക്ക് കേട്ടു. പക്ഷേ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാക്ഷ്യമാണ്. അത് നമ്മുടെ അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. ചില കണ്ടിട്ടില്ലേ ബസ്സിലിരിക്കുമ്പോഴും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉടമ്പടിയുടെ സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ബസ്സിൽ കയറുമ്പോൾ എൻ്റെ അടുത്തിരിക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്താ കാര്യം? എനിക്ക് ഈശോനെക്കുറിച്ച് അവരോട് പറയാൻ പറ്റുമല്ലോ എന്ന്. അപ്പം അങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്പം ജീവിക്കണത്. അപ്പം ഇതൊന്നുമില്ലാതെ
ഒരു വിശ്വാസ കൈമാറ്റവും ഇല്ലാതെ, ഒരു കാരുണ്യ പ്രവൃത്തികളൊന്നും ഇല്ലാതെ, സാക്ഷ്യജീവിതം ഇല്ലാതെ നമ്മൾ 100 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. 2025 ജനുവരി മാസം തീരാൻ പോവുകയാണ്. ഇപ്പം സമയം എത്ര പെട്ടെന്നാണ് പോയത്, ഒരു മാസം പോയത് കണ്ടില്ലേ? അപ്പം സമയം നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യജീവിതത്തിനായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാമല്ലോ, സാക്ഷ്യജീവിതത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട്. കാര്യം നമ്മളെ പ്രതി നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗസൗഖ്യം നടത്തുകയോ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയോ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത്ഭുതത്തിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുവിശേഷ കൈമാറ്റത്തിൻ്റെ വേണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ സ്ഥിരീകരണത്തിന് അടയാളങ്ങൾ വേണം. അടയാളങ്ങളില്ലാത്ത സുവിശേഷ കൈമാറ്റം ചുമ്മാ പ്രസംഗം പോലെ ഇരിക്കും. ഈ പള്ളികളിലെ പല പ്രസംഗങ്ങൾക്കും വരുന്ന ഒരു സംഭവം അതിന് അടയാളങ്ങളില്ലാതെ സുവിശേഷ കൈമാറ്റം മാത്രമാണ്. അതായത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കണ്ടേ? കർത്താവ് അവരോട് സംസാരിക്കുകയും മർക്കോസിൻ്റെ 16:20 എടുത്ത് മർക്കോസ് 16:20 കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വചനത്തിന് സ്ഥിരീകരണം വേണം, പ്രസംഗത്തിന് സ്ഥിരീകരണം വേണമെങ്കിൽ അടയാളങ്ങൾ വേണം. അല്ലെങ്കിൽ അതൊരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും. പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃപാസനത്തിൽ നിരന്തര സാക്ഷ്യങ്ങളും, സാക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളും, വചനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങളും, അടയാള സഹനവും സ്ഥിരീകരണ സഹനം നിങ്ങൾക്ക് നൽകുന്നത്. എന്തിനാണ്? അത് വിശ്വാസ കൈമാറ്റത്തിനാണ്. കാര്യം വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? വിശ്വാസികൾ നിങ്ങളെ വിട്ടുപോയതിൽ, നിങ്ങൾക്ക് അനുസരണപ്പെട്ടതിൽ നിങ്ങൾ അത്ഭുതപ്പെട്ട കാര്യമില്ല. കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചത് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്ന കൊണ്ടും ആ ദൈവികമായ രഹസ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് ലൂക്കാ 10:20 വായിച്ചേ. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. എന്താ കാര്യം? ആ 72 പേരെ പറഞ്ഞയച്ചത് കർത്താവിൻ്റെ സുവിശേഷ വേലയാണ് അവർ ചെയ്തത്. സുവിശേഷ വേല മാത്രമേ സ്വർഗത്തിൽ പേര് രേഖപ്പെട്ടതുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും, ദൈവാനുഭവങ്ങൾ ഉണ്ടായാലും നമ്മളുടെ പേരുകൾ കർത്താവിൻ്റെ കൈവെള്ളയിൽ എഴുതി വെക്കുന്നത്, ഹൃദയത്തിൽ എഴുതി വെക്കുന്നത് സുവിശേഷം കൈമാറുമ്പോഴാണ്. അത് മുഖ്യമായ ഒരു ലക്ഷ്യമായിട്ട് എടുക്കാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് പ്രത്യേകമായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് അഞ്ജു. എൻ്റെ വീട് കോട്ടയത്താണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് കണ്ണൂരാണ്. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ മാതാവിന് വേണ്ടി ഈശോയ്ക്ക് 1000 നന്ദിയുണ്ട്. കാരണം ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് ജൂൺ 2023 അന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് 3 ദിവസത്തെ ലീവിന് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റ് വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് നിൽക്കാനാണ് ഞങ്ങൾ കുവൈറ്റിൽ പോയത്. പക്ഷേ ഇവിടെ ഫാമിലി വിസയ്ക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കി കുവൈറ്റ് എഴുതാം. ഞാനപ്പോൾ നോക്കി ഉടമ്പടി എടുക്കുമ്പം എല്ലാവരും കാശുരൂപവും ഉപ്പും ഉപയോഗിച്ച് അമ്മ അതിന് അനുഗ്രഹം നേടുന്നതെന്ന് കണ്ടപ്പം ഒത്തിരി സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് ഞാൻ 3 ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഒന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഓർത്തോക്കി ഉടമ്പടി എടുത്തല്ലോ, ഇനി എല്ലാം ആയി, എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് വിചാരിച്ച് ഞാൻ നവംബറിൽ ഡേറ്റ് എടുത്തു. നവംബർ 11 എക്സാം. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ടും പഠിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല എക്സാമിനൊന്നും. എൻ്റെ സാറുമാർ വരെ പറയുമായിരുന്നു, അഞ്ജു നീ, കാരണം കുവൈറ്റ് ടൈമും ഇന്ത്യൻ ടൈമും വ്യത്യാസം ആയതുകൊണ്ട് അവർ പറഞ്ഞു നീ എന്തിന് ഇത്രയും കഷ്ടപ്പെടുന്നത്, നീ എന്നാളും ജയിക്കും, ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ മെറിറ്റായിരുന്നു ഞാൻ കൂടുതലും നോക്കിയത്. മാതാവിൻ്റെ ഗ്രേസ് ഞാൻ കാണാൻ പറ്റിയില്ല എനിക്ക് ആ സമയത്ത്. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. അന്നേരം എനിക്ക് ക്ലബിംഗ് സ്കോർ ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അത്രയും പഠിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും 3B പ്രതീക്ഷിച്ച് തന്നെ പോയി എക്സാം എഴുതിയതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇനി എക്സാം എഴുതുന്നില്ല, നമുക്കിത് വേണ്ട, ഇനിയുള്ള കെയർ വിസയ്ക്ക് നോക്കാം, എനിക്കിനി ഒയിറ്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടായി പറഞ്ഞു ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ്, നീ ഇതുകൂടെ നോക്ക്, ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ചേട്ടായി എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് തന്നു ജനുവരിയിൽ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചില്ല. ലിസണിങ്ങിന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ശരിക്കും സാക്ഷ്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. ലിസണിങ്ങിന്, റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിച്ചു, റൈറ്റിങ്ങിന് വേണ്ടി ഞാൻ വചനങ്ങൾ എഴുതി.
സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ ഓരോന്നും മാതാവിന് മാത്രം സമർപ്പിച്ച് എനിക്ക് പറ്റുന്നവരോടൊക്കെ മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണോ എൻ്റെ ജനുവരിയിൽ എക്സാം എഴുതിയത്. ഞാൻ വായിച്ച് പ്രാർത്ഥിച്ച മാതാവേ, ഞാൻ ഏത് സ്ഥലം വേണമെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഇതില്ല, മാതാവ് പറയണം ഏത് സ്ഥലത്തോട്ട് ഞാൻ പോകണമെന്ന്. കാരണം എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു മെറിറ്റും ഇല്ല. ഈ ഒരു എക്സാം ഫുള്ളായിട്ട് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാരണം എൻ്റെ കഴിവൊന്നുമില്ല. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് എൻ്റെ പെൻസിലേലും എൻ്റെ ആൻസർ ഷീറ്റിലും മുഴുവൻ ഉപ്പും തൈലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ, അവർക്ക് ഞാൻ തൈലവും ഉപ്പും എല്ലാം കൊടുത്തു. എനിക്ക് എന്തോ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം പാസ്സാകും. പക്ഷേ എന്നാലും ചെറിയ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്നൊരു ചെറിയൊരു തോന്നലും ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. എൻ്റെ എൻ്റെ 2 വീട്ടിലാണല്ലോ ഒത്തിരി പേര് എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാമിന് റിസൾട്ട് വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഫാമിലി ഫുൾ അയർലൻഡിലാണ്. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അയർലൻഡിലാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് പോകാനാണോ നിന്നെ വിളിക്കുന്ന ഈ എക്സാമിന്, എനിക്കറിയത്തില്ല, നിൻ്റെ തീരുമാനം എന്നാണോ അതാണ്, അത് ഏത് സ്ഥലമാണ് ഞാൻ ചൂസ് ചെയ്തോളാം, കിട്ടുമോ ഇല്ലെന്നുള്ളതെല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. കറക്റ്റ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് അയർലൻഡ് സ്കോറാണ് 3 Bയും 1 C+. എൻ്റെ ലിസണിങ്ങിന് എനിക്ക് 420 മാർക്കുണ്ട്. കാരണം ഞാൻ ഓഡിയോ കേട്ട് എക്സാം എഴുതി എനിക്കറിയത്തില്ല. ശരിക്കും ഞാൻ സാക്ഷികൾ മാത്രമേ എൻ്റെ ലിസണിങ്ങിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. റീഡിങ്ങിലാണെങ്കിൽ ഞാൻ ബൈബിൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാൻ B പാട്ട് C പാട്ടൊന്നും ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല. A പാട്ട് മാത്രമേ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ DL വെച്ചു. അയർലൻഡിൽ പോകുന്ന നമുക്ക് DL വേണം. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒത്തിരി ഡിലേ ആവും, പേപ്പർ വർക്ക്സൊക്കെ ഭയങ്കര താമസമാണ്, 6 to 7 months ഒക്കെ എടുക്കും, ഇപ്പോഴും പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓരോ പേപ്പറിലും സബ്മിറ്റ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാർത്ഥനയോടെയും ഒത്തിരി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ DL വെച്ചു. 17 ദിവസം മാത്രമേ എടുത്തുള്ളൂ DL വരാനായിട്ട്. 17 ദിവസമുണ്ട് DL വന്നു. അതിനുശേഷം ഞാൻ കുവൈറ്റിൽ തന്നെ വർക്ക് ചെയ്തു. കാരണം ഇൻ്റർവ്യൂസൊക്കെ ഇച്ചിരി ഡിലേ ആയിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. കാരണം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു വെച്ചാൽ ഞാൻ കൂടുതൽ കൊന്തയില്ലാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ ഇത്രയും കൊന്ത ചെല്ലിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് അവിടെ ഒരു കുവൈറ്റിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, കൃപാസനം ഗ്രൂപ്പുണ്ട്. എനിക്ക് കിട്ടുന്ന സാലറിയിൽ വരുമ്പം ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച എനിക്ക് ഓഫായിരുന്നു, എല്ലാ ഫ്രൈഡേയ്സും എനിക്ക് ഓഫാണ്. പറ്റുന്ന ഫ്രൈഡേയ്സിലെല്ലാം ഞാൻ ഞങ്ങളുടെ ജപമാലയ്ക്ക് പോകുമായിരുന്നു. കൂടുതൽ നേരം തമ്പുരാനെ കേൾക്കാനും മാതാവിനെ അറിയാൻ ഒത്തിരി നേരം ഞാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ഡിസംബറിലാണ് എൻ്റെ ഇൻ്റർവ്യൂ വന്നത്. ഡിസംബറിൽ ഇൻ്റർവ്യൂ വന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തൈലം ഞാൻ എൻ്റെ ലാപ്പിൽ എല്ലാത്തിനും തൂത്തു. എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടുമായിരുന്നു. കാരണം എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു, കിട്ടില്ലായിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ മാതാവിനെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. എന്നെ ഒത്തിരി പേര് പലർക്കും തളർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എന്നെ കൈവിടുകയില്ലെന്ന്. അമ്മ എന്നെ ഇൻ്റർവ്യൂ പാസ്സാക്കി. അവസാനം മാം പറഞ്ഞു ഞാൻ എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു നല്ലതെന്ന്. എനിക്ക് അത്രയും സന്തോഷം. കാരണം അമ്മയാണ് അതിന് എല്ലാത്തിനും കാരണം. അതിനുശേഷം ഞാൻ എൻ്റെ ഓരോ PCCക്കും ഓരോ പേപ്പർ വർക്കുമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ വിസയ്ക്ക് വെച്ച് എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് കിട്ടുമായിരിക്കും, എല്ലാം പെട്ടെന്നായില്ല, ഇനി പെട്ടെന്ന് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1 month അന്ന് എനിക്ക് ഞാൻ അന്ന് രാവിലെ വെബ്സൈറ്റ് കയറി, എനിക്കൊരു വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടൊന്നും എനിക്ക് ആവുന്നില്ല, എൻ്റെ വിസ എൻ്റെ നമ്പറേ കാണിക്കുന്നില്ല. ഞാനന്ന് അപ്പോൾ എൻ്റെ അനിക്ക് പറഞ്ഞു ചേച്ചി നീ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് പെട്ടെന്ന്, നമുക്ക് എന്നുള്ള മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ബ്രേക്കിന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം വിസ അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. എനിക്കതറിയത്തില്ല എന്തോരം ശരിക്കും ആ മൊമെൻറ്റിന് വേണ്ടി എൻ്റെ 2 കുടുംബവും അതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചു. എൻ്റെ വിസ അപ്രൂവായി. ഞാൻ ഈ അടുത്ത ശനിയാഴ്ച അയർലൻഡിന് പോവുകയാണ്. എൻ്റെ സ്ഥലം ഇതുവരെ കൺഫേം ആയില്ല. അതും എൻ്റെ അമ്മ തന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു സ്ഥലം മാതാവ് തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൈം വ്യത്യാസമാണെങ്കിൽ പോലും ഇവിടുത്തെ 5:30 ഞാൻ അവിടെ കേൾക്കും. ഏകദേശം ഒരു 2-2:30-3 മണി ആ സമയത്ത് ഞാൻ ഒരു ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും അത് മുടക്കിയിട്ടില്ല. ഇവിടുത്തെ നാട്ടിലെ ടൈം വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കാനും ജപമാല എല്ലാനും ബൈബിൾ എന്നോട് ചോദിക്കും അഞ്ചു നീ എങ്ങനെ ലിസണിങ്ങിനൊക്കെ ഇത്രയും മാർക്ക് മേടിച്ചു, നീ എങ്ങനെ OT പാസ്സായി? എനിക്കതിന് ഉത്തരവുള്ളൂ എൻ്റെ അമ്മ മാതാവ്, വേറെ ഒരു ഉത്തരവും ഇല്ല. ഞാൻ ആദ്യം എനിക്ക് ശരിക്കും കൃപാസനം എന്നൊക്കെ കേട്ടപ്പോൾ പത്രം കൊടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ മമ്മി എന്നോട് പറഞ്ഞു മുത്തേ അഞ്ചു എനിക്കിതിന് പോകണം, എനിക്കും കൃപാസനത്തിൽ പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞു.
ഞാൻ മമ്മി പോകുമൊന്നും വേണ്ട, ഇതൊക്കെ വേറെ എന്തൊക്കെയാണ്, നമുക്കുള്ള പള്ളി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു ഓക്കെ മമ്മി, ഞങ്ങളായിട്ട് മമ്മിയോട് പറഞ്ഞു വേണ്ടെന്ന്. എന്നിട്ട് അവസാനം എൻ്റെ ഫോണിലോട്ട് തന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ നാട്ടുവതിന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ പ്രേക്ഷകപ്രദം പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്. ചില സമയത്ത് ചില പേഷ്യൻസൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. പക്ഷേ അവിടെ എല്ലായിടത്തും ഒത്തിരി സൈലൻ്റ് ആയിട്ട് നിന്ന് ചില പേഷ്യൻസൊക്കെ വല്ലാണ്ടാകുമ്പം ശരിക്കും ഞാൻ അറബികളാകുമ്പോൾ നമുക്ക് ഒത്തിരി അവരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് നിന്ന് ഞാൻ ഒത്തിരി സൈലൻ്റായിട്ടൊന്ന് കേട്ട് അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും കേൾക്കുമായിരുന്നു. അവർക്കൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നോട് പ്രാർത്ഥിക്കാൻ എല്ലാവരും നമ്മൾ പ്രോമിസ് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ ഒരു രഹസ്യമെങ്കിലും ചെല്ലുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുപോലെ എനിക്ക് കിട്ടുന്ന സാലറി കിട്ടുമ്പം എന്നെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ കുമ്പസാരം കുവൈറ്റിലായിരുന്നാലും പോലും ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അച്ഛൻ 2 ആഴ്ച കൂടുമ്പം ഞാനും എൻ്റെ കൊളീഗ്സും എല്ലാവരും വന്ന് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഞങ്ങൾക്ക് വ്യാഴം വെള്ളി ശനിയായിരുന്നു അവിടെ, ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളുടെ കുർബാനകൾ. ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ കുർബാനയ്ക്ക് വരുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഈവനിങ് ഡ്യൂട്ടി തന്നെ എടുക്കും. കാരണം മോർണിംഗ് ഇവിടുത്തെ സമയം നമുക്ക് ധ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ 11 o'clock ആകുമ്പം നമുക്ക് അവിടെ മോർണിംഗ് തന്നെയാണ്. അപ്പം നമുക്ക് ഈവനിങ് ഡ്യൂട്ടി എടുത്താൽ മോർണിംഗ് സുഖമായിട്ടിരുന്ന് നമുക്ക് ധ്യാനം കൂടാം. അപ്പം ഞങ്ങളെല്ലാം ചൊവ്വാഴ്ച റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ആരൊക്കെ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്നത് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോക്കോ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ബാക്കി എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്നാണ്. അതുപോലെ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വരുന്നതിന് ഒരാഴ്ച 2-3 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര വൈറ്റ് പെയിൻ എടുക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കും. അന്ന് എനിക്ക് 2-3 ദിവസം കൂടെ ഉള്ളൂ ഡ്യൂട്ടിക്ക് പോകാൻ തീരാനായിട്ട്. എനിക്ക് ഭയങ്കര വൈറ്റ് പെയിൻ ആയിരുന്നു. എനിക്കറിയത്തില്ല അത് എന്ത് വേദനയായത്, എന്ത് ടെൻഷനും കൊണ്ടാണ് എനിക്കറിയത്തില്ല, ഭയങ്കര ഭയങ്കര എന്നെ പിടിച്ച് മുറുക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലം തൂത്തു, ഉപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ കുടിച്ചു. മാതാവ് സത്യമായിട്ടും മാതാവ് എന്നെ സുഖപ്പെടുത്തിയെന്നാണ്. എനിക്ക് ഒരു ദിവസം കൂടെ എനിക്കറിയില്ലായിരുന്നു ഒരു ദിവസം ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളെന്ന് പോലും. നെക്സ്റ്റ് ഡേ അവരെന്നെ വിളിച്ചു പറഞ്ഞു, അഞ്ചു ഇന്നൊരു ദിവസം ഒരു ഡ്യൂട്ടി ഉള്ളൂ, ഇന്ന് വരണമെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് അത്ഭുത സൗഖ്യമായിരുന്നു. കാരണം എന്നോട് പലരും പറഞ്ഞു ചിലപ്പോൾ റപ്ചർ ആയതായിരിക്കും, ഭയങ്കര ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി പേരും ടെൻഷൻ. വെച്ചാൽ എനിക്ക് വിശ്വാസമായിരുന്നു അമ്മ കൂടെയുണ്ട്, എല്ലാത്തിനും അമ്മയുണ്ടെന്ന്. അതെനിപ്പോഴും വിശ്വസിക്കുന്നു. ഇനി എന്നും ഉടമ്പടിയിലായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. ഇനിയും ഒത്തിരിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. എല്ലാം ഇനി ഒരു സാക്ഷി അയർലൻഡിൽ ലീവിന് വരുമ്പം ഇതിലും നല്ല സാക്ഷിയായിട്ട് ഞാൻ വരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി.